പേടിക്കണ്ട, ഞാനാ. നിങ്ങളോട് ഇന്നലെ അവിടെ നിന്ന് രക്ഷപ്പെട്ടോളം പറഞ്ഞില്ലേ, അയാളാ. എന്റെ പരിചയക്കാരനാ. ഇന്നലെ രാത്രി മുഴുവൻ നിങ്ങളാ പഹമാരുടെ കണ്ണീപ്പെടായിരുന്നു റബ്ബിനോട് തേടിയായിരുന്നു ഞാൻ. റബ്ബ് കാത്തു. എപ്പോ വേണമെങ്കിലും അവർ തിരിച്ചു വരും. എന്റെ കഫീലും കൂട്ടുകാരോ. അതിനു മുമ്പ് എങ്ങനെയെങ്കിലും ഈ മരുഭൂമി വിടാൻ നോക്കും. പരിചേട്ടാ, നിങ്ങളും സഹായിക്കൂ. ഈ വണ്ടി കയറ്റി ഒന്ന് റോട്ടും വിടൂ. പരിചേട്ടാ, ആലോചിക്കാൻ നിൽക്കണ്ട. റിയാദിലേക്കല്ലേ പോകുന്നത്? റസാക്ക, എന്നെ ഓർമ്മയില്ലേ? ഓ, നിങ്ങൾ ആരാന്നൊക്കെ പിന്നെയാ ഞാൻ അറിഞ്ഞത്. ഒരു മിനിറ്റ് പുറത്തേക്ക് വരും. ഞാൻ അപ്പ പറഞ്ഞതൊക്കെ നുണയായിരുന്നു. അതപ്പോഴേ തോന്നി. അശ്വതി അന്ന് വന്നിരുന്നു എന്നെ കാണാൻ. കണ്ട ഈ പത്രം കണ്ട? ഇതിൽ വാർത്ത വന്നപ്പോ മുതൽ ചങ്കടിച്ചിരിക്കുക ഞാൻ. ഇനി മോഷണത്തിന്റെ പിന്നിൽ ഞാനും കൂടി ഉണ്ടെന്ന് അറബിക്കെങ്ങാനും പറയാൻ തോന്നിയാ കഴിഞ്ഞു. തനിക്കറിയാവുന്ന സ്ത്രീയല്ലേ ഇവരിങ്ങനെ ചെയ്യുന്നത് താൻ വിശ്വസിക്കുന്നു? ഞാൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും കേസ് അതല്ലേ. സൗദികളോടാ കളിക്കണത്. പെങ്ങളോട് ഞാൻ എന്താ പറഞ്ഞത്? ഇറങ്ങിയിട്ട് നേരെ അബുക്കാടെ കടയിൽ വരണമെന്നല്ലേ. എന്നിട്ട് ഇവരെന്താ ചെയ്തേ? 8 മണിക്ക് കടപൂട്ടി പോകുന്ന അബൂക്ക അന്ന് 10 മണി വരെ കാത്തിരുന്നു. ഇവര് ചെന്നോ? അത് പോട്ടെ. എന്നിട്ട് ഇപ്പൊ 2ാമത്തെ ദിവസമല്ലേ? ഏതൊക്കെ സ്ഥലത്ത് എവിടെയൊക്കെയാ കറങ്ങി തിരിഞ്ഞ് വന്നിരിക്കുന്നതെന്ന് ആർക്കറിയാം? കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ ഉസ്മാൻ? ഇവരെ നിങ്ങളുടെ അടുത്ത് എത്തിക്കേണ്ട ഉത്തരവാദിത്തം മാത്രമേ എനിക്കുള്ളൂ. ബാക്കി നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്യും. ചങ്ങാതി, ഞാൻ സൗദിയിൽ വന്നിട്ട് കൊല്ലം 10 ആയി. ഇതുപോലുള്ള ജാക്ക് പോട്ടൊന്ന് എന്റെ അടുത്ത് എടുക്കല്ലേ. ഒരുമാതിരി വർത്താനം പറഞ്ഞ എന്റെ വിധം മാറും. കൊണ്ട് നടന്ന് പൂതി തീർന്നപ്പോ ഇതിന് എന്റെ നിലയിലിടാൻ നോക്ക്. മതിയായെങ്കിൽ താല്പര്യമുള്ള വേറെ വല്ലരും കാണും, അവരെ ഏൽപ്പിക്ക. അപ്പോഴെന്തോ അവരോട് എനിക്ക് അങ്ങനെ പറയാനാ തോന്നിയത്. ഞാൻ എന്റെ കാര്യം ഓർത്തുള്ളൂ. ചിലപ്പോ അറിയാണ്ട് നമ്മളെല്ലാം സ്വാർത്ഥന്മാരായി പോവില്ലേ. സത്യത്തിൽ ചാടാൻ പറഞ്ഞത് നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാ. എന്റെ ഒപ്പം പോകുന്ന ഇന്തോനേഷ്യക്കാരിയെ ഞാനൊരു വീട്ടിൽ ജോലിക്ക് നിർത്തി കൊടുത്തിട്ടുണ്ട്. അതുപോലെ എവിടെയെങ്കിലും കൊണ്ടു ചെന്നാക്കാന്നാ ഞാൻ കരുതിയത്. പിന്നെ ഇപ്പോഴെന്താ മനസ്സ് മാറിയത്? കുറ്റബോധം? നിങ്ങൾ വന്ന് പോയപ്പോ മുതല് അവരുടെ മുഖം മനസ്സിൽ നിന്ന് മാറുന്നില്ല. ഒരു ബന്ധമില്ലാത്ത നിങ്ങൾ പോലും അവർക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോ ഉത്തരവാദിത്തമുള്ള ഞാൻ ഗതികേട് കൊണ്ട് റസാക്ക. ഒളിച്ചും പാത്തും പോലീസിന്റെ കണ്ണു വെട്ടിച്ചൊക്കെയാണ് ഇവിടെ വണ്ടി ഓടിക്കുന്നത് തന്നെ.
നിങ്ങളെപ്പോലെ ഒരാൾ സൗദിയിലുള്ളത് വലിയ ഹയറായി റസാക്ക. ഏതെങ്കിലും വഴിക്ക് നിങ്ങൾ അവരെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അശ്വതിയെ കൊണ്ടുവന്ന ട്രക്ക് ഡ്രൈവറെ അതൊന്നും ഞാൻ ചോദിച്ചില്ല. റിയാദി വന്നാൽ രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞ ഈ ചെറ്റയാണ്. ഇനി ആരെങ്കിലും ഉണ്ടോ അഭയം തരാൻ? മനുഷ്യന്റെ മനക്കെടുത്ത് ഇറങ്ങിക്കോ. ഇവിടെ നിന്ന് ഏതെങ്കിലും വണ്ടി കിട്ടും. മുറിയതിലേക്കോ വേറെ എവിടെയെങ്കിലും പോയി തൊലഞ്ഞു. എനിക്ക് ഇത്രയൊക്കെ പറ്റും. സമയം മെനക്കെടുത്താതെ ഇറങ്ങാം. പറഞ്ഞ കേട്ടില്ലേ? കേറ്. എന്നിട്ട് ഒരു രാത്രി മുഴുവൻ ആ ബഷീർ തല്ലും ചവിട്ടും കൊണ്ടത് നിങ്ങളുടെ ജീവനും മാനവും രക്ഷിക്കാനാണ്. അവനോട് ഞാൻ എന്ത് സമാധാനം പറയും? നിങ്ങളെ വഴിയിൽ ഉപേക്ഷിച്ചത്. ഇങ്ങനെ കൊടി നാട്ടിയ പോലെ നിൽക്കാതെ കേറാം. നേരെയിരുന്നോ? പറഞ്ഞു ഭരതനും ആളൊരു ശുദ്ധനാ. കാണുമ്പോൾ ഉള്ള പരക്കം മട്ടേ ഉള്ളൂ. പറഞ്ഞിട്ടെന്താ, സൗദിയിലെ നിയമല്ലേ, ആരെങ്കിലും ഒറ്റിയതാവും. പോലും കൊണ്ടുപോയി രണ്ടാളെ. تعالي هنا اركب السيارة. അപ്പോൾ ഓക്കെ, അഡൾട്ടറിയാണ് കേസ്. പക്ഷെ നമുക്ക് ഈ ന്യൂസ് പോരാ. ഇതെല്ലാ പത്രത്തിലും വരും. നമുക്ക് വേണ്ടത് ഒരു എക്സ്ക്ലൂസീവാണ്. റസാഖ് ഒരു കാര്യം ചെയ്യണം. ഇതിന്റെ പിന്നാലെ കുറെ അലഞ്ഞതല്ലേ, നമുക്ക് ആ ആംഗിളിൽ ഈ സ്റ്റോറി ഒന്ന് വർക്ക് ചെയ്യാം. ജയിലിൽ പോയി താൻ ആ സ്ത്രീയെ കണ്ടൊന്ന് സംസാരിക്കണം, ഒപ്പം അയാളെയും. പിന്നെ ഉസ്മാൻ, ആ സ്പോൺസർ, അങ്ങനെ പലരിലൂടെയും കടന്നു പോകുന്ന ഒരു ലൈഫ് സ്കെച്ച്. നാട്ടിലെ കഷ്ടപ്പാടും അറബിയുടെ വീട്ടിലെ പീഡനവും മരുഭൂമിയിലേക്കുള്ള പലായനവും അങ്ങനെ എല്ലാ ഐറ്റംസും ചേർത്ത് ചാട്ടവാറടിയുടെ ശിക്ഷ നടപ്പാക്കുന്ന ഓരോ വെള്ളിയാഴ്ചയും ഒരു ഉഗ്രൻ കൗണ്ട് ഡൗൺ സ്റ്റോറി. എന്താ, റസാഖ് കൊട്ടേക്കാട് എന്ന് തന്റെ പേര് വെച്ചാവുമ്പോൾ ഇവിടുത്തെ മലയാളികൾക്കിടയിൽ അതിന്റെ വിശ്വാസ്യത കൂടും. ജീവനും മാനവും പണയം വെച്ച് ഒരു മലയാളി യുവതി നടത്തിയ നെട്ടോട്ടത്തിന്റെ ഒരു ഉഗ്രൻ ഐറ്റം. റസാഖ് കഴുത്തിലിങ്ങനെ ടൈയൊക്കെ കെട്ടി ഈ AC മുറിയിൽ ഇരിക്കുമ്പോ പുറത്തുള്ളവരുടെ ദുരിതങ്ങളൊന്നും തന്നെ പോലുള്ളവർക്ക് അറിയില്ല.
ദിവസവും അങ്ങനെയുള്ളവരുടെ മുഖങ്ങൾ ഒരുപാട് കാണുന്നവനാ ഞാൻ. അപ്പൊ എനിക്ക് വേദനിക്കും. ആദ്യം ഒരു മനുഷ്യനാവാൻ നോക്കണോ.